പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ 24 ഏഷ്യാനെറ്റ് കേബിൾ വിഷനിൽ ചാനൽ നമ്പർ 131 ലഭ്യമാണ്. അല്ല, ബെല്ല ഇവിടെ എന്റെ കട്ടിലില്ല. എന്റെ നന്ദ, ഒന്നും പറയണ്ട. രാത്രിയായപ്പോ പെട്ടെന്ന് എന്റെ മുറിയിലെ AC ഡും. AC അടിച്ചു പോയിന്ന്. ഇന്ന് മീറ്റിംഗിന് മുൻപ് എന്തെങ്കിലും അത്ഭുതം നടക്കും. ആ ഫയല് എന്റെ കയ്യിൽ കിട്ടും. ഫയൽ ഇന്ന് കിട്ടുന്നില്ലെങ്കിൽ MLA സ്ഥാനം ഞാൻ രാജിവെക്കും. അപ്പോഴേ നമുക്ക് 2 ചൂട് ചായ പറയാം. അതോ റെസ്റ്റോറന്റിൽ ചെന്നിരുന്ന് കുടിക്കണോ? വേണ്ട, ഇവിടെ മതി. റെസ്റ്റോറന്റിൽ പോയാ ആരെങ്കിലും കാണുന്ന നല്ല പേടിയുണ്ടല്ലേ? ഏയ്, അതൊന്നുമല്ല. കൂൾ മാൻ, ഞാൻ ചായ പറയാം. ഹലോ മാഡം. നിങ്ങളുടെ മാഡം വിളി കേൾക്കാനല്ല ഞാനിപ്പോ ഫോൺ ചെയ്തത്. അന്വേഷണം ഏതുവരെ എത്തി അത് പറയും. മാഡം, അത് എന്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തോ? നന്ദന്റെ മൊഴിയെടുത്തോ? മാഡം, PM-ന്റെ കേരള സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇനിയിപ്പോ ഉടൻ തന്നെ അന്വേഷണം തുടങ്ങും. നിങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞാ ഞാൻ വിളിക്കുന്നത് DGP ആയിരിക്കും. മാഡം പ്ലീസ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടിയിലായിരുന്നോണ്ടാ ഒരു ഡിലേ വന്നത്. ക്ഷമിക്കണം. ക്ഷമാപണമൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാ മതി. ക്ഷമ സ്വീകരിക്കലൊക്കെ തൽക്കാലം നിർത്തി വെച്ചിരിക്കാൻ ഞാൻ. ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഉള്ളിൽ ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി MLA പറ്റിച്ചു എന്ന് കരുതിയിട്ട് സർക്കാർ ശമ്പളം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി എടുപ്പിക്കാനും എനിക്കറിയാം. നന്ദനെ ഉടനെ ചോദ്യം ചെയ്തിരിക്കണം. യെസ് മാഡം. നന്ദൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക. നന്ദനെ ട്രേസ് ചെയ്യണം. യെസ് മാഡം. നന്ദന്റെ കൂടെ ഒരു പെണ്ണുണ്ട്, ഒരു ഇസബെല്ല. അവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ഫയലിനെ കുറിച്ചുള്ള സൂചനകളൊക്കെ കിട്ടും. പക്ഷെ മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡിനെയും മറ്റൊരു പെൺകുട്ടിയെയും ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാന്നൊക്കെ വെച്ചാ അത് വാർത്തയായി. അത് പിന്നെ മാഡത്തിന് തന്നെ ക്ഷീണമാവും. എന്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കില്ലാത്ത വിഷമവും സഹതാപം ഒന്നും DYSPക്ക് വേണ്ട. ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നടപടി നേരിടാൻ തയ്യാറായിക്കോ. സലിമാഷെ, ഞാൻ ഇറങ്ങാൻ നിൽക്കായിരുന്നു. അപ്പോഴൊരാൾ അത്യാവശ്യമായിട്ട് കാണാൻ വരുന്നു പറഞ്ഞത്. ഇല്ലില്ല, താമസിക്കില്ല. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്. ഒരു അരമണിക്കൂർ മാഷൊന്ന് വെയിറ്റ് ചെയ്യും. ശരി ഗിരീഷേട്ടാ. ഗിരീഷേട്ടന് ബുദ്ധിമുട്ടായോ? ഹേയ്, തിരക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ വലിയ MLA ഒന്നും അല്ലല്ലോ, അത്രയ്ക്കങ്ങ് തിരക്കാതെ. ശരിക്കും വാ, അമ്മേരെ ഇതിനൊക്കെ കാത്തിരിക്കുക. അയ്യോ, അവരോട് പറഞ്ഞോ ഞാൻ വരുന്ന കാര്യം? എന്താ പ്രശ്നം? എല്ലാവരോടും ആയിട്ടല്ല, ഗിരീഷേട്ടനോട് ഗൗരവമായിട്ട് ചിലത് പറയാനാ ഞാൻ വന്നത്. എന്താ ശരിക? ചേച്ചിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. അച്ഛനും അമ്മയും രക്ഷകർത്താക്കളാ. പക്ഷെ ആ പാവങ്ങൾക്ക് പരിമിതികളുണ്ട്. ഉപദേശിക്കാൻ കരയാം. അതിനപ്പുറം ഈ വിഷയത്തിൽ അവരെ കൊണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അങ്ങ് ചേച്ചിയുടെ ഗാർഡിയൻ ആകാന്ന് കരുതി. അതെ, ആ കൈ നീട്ടി. അടിപൊളി. ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ നന്ദേട്ടനിട്ട് 2 പൊട്ടിക്കണം. നന്ദേട്ടനെ ഒന്ന് തല്ലണമെന്ന്.
അതിനാണ് ഗിരീഷേട്ടന്റെ സഹായം പ്രധാനമായിട്ട് വേണ്ടത്. ഞാൻ തന്നെ തല്ല് കൊടുക്കുമായിരുന്നു. പക്ഷെ നന്ദേട്ടാന്ന് വിളിച്ചേ ഒരേട്ടന്റെ സ്ഥാനം കൊടുത്തുപോയി. ഏട്ടന്റെ സ്ഥാനത്തുള്ള ഒരാളെ എങ്ങനാന്ന് വെച്ചിട്ടാ. ഇനി നേരിട്ട് കണ്ട തല്ലാനൊരു ശക്തി അങ്ങ് കിട്ടിക്കൊള്ളണമെന്നില്ല. ശാരിക ആള് കൊള്ളാലോ. കല്യാണം കഴിച്ചിട്ട് ഭാര്യയോട് ഉത്തരവാദിത്തം കാണിക്കാതെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്ന ആളെ പിന്നെന്താ ചെയ്യണ്ടേ? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നേ ഡൈവോഴ്സ് വാങ്ങി പിരിഞ്ഞേനെ. നീ കാര്യം പറ ശാരിക, ഇപ്പൊ എന്താ സംഭവിച്ചത്? നന്ദേട്ടൻ ഇപ്പൊ എവിടാണെന്നറിയോ? ഇല്ല, എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ആ പെണ്ണിന്റെ കൂടെ ഉണ്ട് നന്ദേട്ടൻ. ഏത് പെണ്ണിന്റെ കൂടെ? ഇസബെല്ല. ഇസബെല്ലയ്ക്കൊപ്പോ? ആ, അവളുടെ കൂടെ തന്നെ. അപ്പോ ഇന്നലെ രാത്രി നന്ദൻ വീട്ടിൽ വരാത്തത്? ഊഹിച്ചൂടെ ഗിരീഷേട്ടാ, അവളുടെ കൂടെ ആയിരുന്നു. അതെ, നന്ദൻ ഇസബെല്ല ഇപ്പൊ എവിടെയുണ്ട്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ച് അവളുടെ മുന്നിൽ വെച്ച് തന്നെ നന്ദേട്ടന് ഗിരീഷേട്ടൻ ഒരെണ്ണം പൊട്ടിക്കണം. ശാരിക, ശാരിക എല്ലാം തെളിച്ച് പറ. അവരൊരുമിച്ച ഉള്ളതെന്നതിന് തെളിവ് വല്ലതും കിട്ടിയോ? കിട്ടി. എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും കിട്ടി. ചേച്ചിയുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗിരീഷേട്ടാ. ചേച്ചിയും കുറച്ചൊക്കെ ബോൾഡായിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് വഞ്ചിക്കാണെന്ന് അറിഞ്ഞിട്ടും ചേച്ചിക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ വേണ്ടാത്തയാളെ എനിക്കും വേണ്ടാന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഒരേ മനസ്സല്ലല്ലോ ശാരിക. സത്യത്തിൽ നന്ദൻ വീട്ടിലില്ലെന്ന് അറിഞ്ഞതുപോലെ ഞാൻ അതിന്റെ പിന്നാലെ തന്നെ അവൻ അന്വേഷിക്കുക. നന്ദൻ ഇസബെല്ലയ്ക്കൊപ്പമാണെന്ന് ശാരിക എങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞത്? കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇതിന്റെയൊക്കെ പുറകിലാ ഗിരീഷേട്ടാ. അതിനുവേണ്ടി കുറെയൊക്കെ പാടുപെടേണ്ടി വന്നു. അല്ല, അത് മാർഗമല്ലല്ലോ പ്രധാനം, ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതല്ലേ. എന്തായാലും എന്റെ അന്വേഷണങ്ങൾക്ക് ഫലം കിട്ടി. നന്ദേട്ടൻ ഇസബെല്ലയുടെ പിടിയിലാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾക്ക് നമ്മൾ അത്രയ്ക്ക് വില കൊടുക്കേണ്ട ശാരിക. മീഡിയയിൽ വന്ന വാർത്ത അല്ല ഗിരീഷേട്ടാ, ഞാൻ കണ്ടുപിടിച്ചതാ. തെളിവോടെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കണ്ണികളെയും കൂടി കണ്ടെത്താനുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സാരില്ല ഗിരീഷേട്ടാ. ചേച്ചി വിഷമിക്കാൻ പാടില്ല. വല്ല പെണ്ണുങ്ങളുടെയും വലയിൽ വീണ നന്ദേട്ടന്റെ ജീവിതത്തിൽ കളയാനുള്ളതല്ല ചേച്ചിയുടെ വിലപ്പെട്ട ജീവിതം. ഞാൻ അതിന് സമ്മതിക്കില്ല. ദേവികയോട് നിനക്കുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ എത്രത്തോളാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ശാരിക. ധൈര്യമായിട്ടിരിക്കെ. നന്ദന് വേണ്ടി ഞാനും ശക്തമായിട്ട് തന്നെ അന്വേഷിക്കാം. നമുക്ക് നന്ദനെ കണ്ടുപിടിച്ചുകൊണ്ട് വരികയും ചെയ്യാം. കണ്ടുപിടിക്കണം. പക്ഷേ അത് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആവരുത്. ഡിവോഴ്സ് വാങ്ങി എന്നേക്കുമായി മാറ്റാനായിരിക്കണം. അയാൾ ഇനി ചേച്ചിക്ക് വേണ്ട ഗിരീഷേട്ടാ. ഞാൻ രജനി ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. നല്ല ചായയല്ലേ നന്ദ? കൂടെ ഇരിക്കാൻ നല്ല ചങ്ങാതിയും കൂട്ടത്തിലൊരു ചായ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാ. നമുക്കിവിടെ നിന്ന് പോണ്ട നന്ദ. എന്താ നന്ദനിത് എവിടെയാ? എന്താ ചിന്തിക്കുന്നെ? ദേവികയെ കുറിച്ചാണോ അതോ കേസിനെ കുറിച്ചോ? ഏയ്
എനിക്കറിയാം, നിവൃത്തിയോട് കൊണ്ടാ നീ എന്നെ സഹിക്കുന്ന അല്ലേ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ നന്ദ? ആരാ? ടെൻഷൻ ആവണ്ട. ചായ കുടിച്ച കപ്പ് ക്ലിയർ ചെയ്യാൻ സ്റ്റാഫ് വന്നതായിരിക്കും. കപ്പിങ് ഇതാ, ആരാന്ന് പോയി നോക്ക്. ഗുഡ് മോർണിംഗ് സാർ. ആ. നന്ദൻ സാറല്ലേ? സാറിന് എന്നെ ഓർമ്മയില്ലേ? നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോ സിറ്റുവേഷൻ ഒരു ചേഞ്ചും ഉണ്ടാവും. അടുത്ത സീൻ പോലീസ് സ്റ്റേഷൻ. അച്ചായ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടാകുമ്പോ സദ്യ എവിടെ വെച്ചായിരിക്കും അച്ചായ? 5-ാം മൈൽ ഷാപ്പിൽ വെച്ച്. ചെലവ് എന്റെ വക. ഞാനൊരു പത്രക്കാരനാണ്. ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആ ആ എനിക്ക് ഓർമ്മയുണ്ട്. ഓ, സന്തോഷം. എന്താ കാര്യം? തനിക്കെന്താ വേണ്ടേ? അയ്യോ മാഡം, ഞാൻ വന്നത് ഡിസ്റ്റർബ് ആയോ? ആയോന്ന് ചോദിച്ചാ ആയി. ഞങ്ങള് രണ്ടുപേരും ഇവിടെ റൂം എടുത്തതേ കുറച്ച് മനസമാധാനത്തിന്. അത് ശരി. സന്തോഷിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നാ ഡിസ്റ്റർബ് ആവില്ലേ പിന്നെ? ഓ അയ്യോ, സോറി. സോറി. നല്ല മൂഡ് കളഞ്ഞിട്ട് സോറി എന്ന് പറഞ്ഞാ മതിയോ? അല്ലേ നന്ദ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് പറ. അത് ഒരു സഹായത്തിനാ സാറേ. ഇപ്പോ PRDയിൽ താൽക്കാലികമായി യൂട്യൂബ് ചാനലുകാരെ നിയമിക്കുന്നുണ്ടെന്ന് കേട്ടു. സിദ്ധാർത്ഥ സാർ വിചാരിച്ചാൽ ഒന്ന് എന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലേ? ഇത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. നിങ്ങൾക്കൊന്നും തോന്നരുത്. മാഡം ഒന്ന് പറയൂ. നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ? മാഡം പറഞ്ഞ പാറ് കേക്കും. നന്ദൻ പറഞ്ഞതല്ലേ, അത്തരം റെക്കമെൻഡേഷൻ ഒന്നും നടക്കില്ല. നിങ്ങൾ ചെല്ല്. സാറൊന്ന് ശ്രമിച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന്. നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ബുദ്ധിമുട്ടിച്ചതിൽ സോറി. ചെല്ല്. ശരിയാക്കി തരാം. ദേവിക ഇങ്ങോട്ട് കേറുന്നില്ല. നീയെങ്കിലും ഒന്ന് വന്നല്ലോ. അത് ചേച്ചിയുടെ തിരക്കുണ്ടാവും രജനി ചേച്ചി. ഓ പിന്നെ, ലോകത്ത് അവള് മാത്രമല്ലേ ഉള്ളു MLA ആയിട്ട്. മോളെ ചായ കുടിക്ക്. അയ്യോ, ചായയൊന്നും വേണ്ടായിരുന്നു. ഒരു ചായയല്ലേ, കുടിക്ക്. ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെ കേറി വരാറില്ലല്ലോ. ചുമ്മാ വന്നതാ ചേച്ചി. ഗിരി ഇറങ്ങുമ്പോ എന്നോട് പറഞ്ഞല്ലോ ഗിരിയോട് എന്തോ സംസാരിക്കാൻ വന്നാണെന്ന്. മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് കാര്യം പറയാന്നും പറഞ്ഞു. എന്താ ഗിരിയെ കണ്ടിട്ട് വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ട്. ദേവിയേച്ചി ആകെ വിഷമത്തില രജനിയേച്ചി. ഹലോ ഹലോ, ചന്ദ്രമതി മാഡം അല്ലേ? ബലരാമൻ സാറിന്റെ. അതെ മാഡം, എൻ്റെ പേര് സുപ്രൻ. ഞാനൊരു യൂട്യൂബറാ. ബലരാമൻ സാറിന്റെ ഒരു ആരാധകൻ കൂടിയാ. ആ, എന്താ വിളിച്ചേ? പറയൂ. മാഡം, ഞാൻ പറയുന്നത് ചിലപ്പോ മാഡത്തിന് അല്പം വിഷമമുണ്ടാകുന്ന കാര്യമാണ്. എന്താ കാര്യം? അല്ല മാഡം, ആദ്യം കരുതിയത് ഇത് അവഗണിക്കാവുന്ന. പിന്നെ ആലോചിച്ചപ്പോ ഉറപ്പായും ബന്ധപ്പെട്ടവരെ ഇതിനെക്കുറിച്ച് അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു MLA അങ്ങനെ ചതിക്കപ്പെടാൻ പാടില്ലല്ലോ. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾ തെളിച്ചു പറ. ഏത് MLA കുറിച്ചാ പറയുന്നേ? നമ്മുടെ MLA ദേവിക തന്നെ. ദേവിക
ദേവിക മാഡം ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാഡം. ദേവിക ആര് ചതിച്ചു എന്നാ ഈ പറയുന്നേ? അവരുടെ സ്വന്തം ഭർത്താവ് തന്നെ. നിങ്ങൾ പ്രതിപക്ഷത്തിന്റെ ആളല്ലേ? ഓരോ കഥകൾ ഉണ്ടാക്കി ദേവികയെ കുഴപ്പത്തിലാക്കാൻ നോക്കുകയല്ലേ? ദേവിക മാഡത്തെ പ്രത്യേകിച്ച് കുഴപ്പത്തിലാക്കണ്ട മാഡം, അവരല്ലാതെ തന്നെ കുഴപ്പത്തിലാണ്. MLA ഭർത്താവ് നന്ദൻ ഇസബെല്ല എന്ന പെൺകുട്ടിയുമായി മണിയാറിലെ ഹോം സ്റ്റേയിൽ റൂം എടുത്ത് കൂടിയിരിക്കുക. A2Z ഹോം സ്റ്റേ, റൂം നമ്പർ 5. നിങ്ങൾ പറയുന്നത് സത്യാണോ? പറഞ്ഞില്ലേ, ഞാനൊരു യൂട്യൂബറാണ്. തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ വന്നതാണ്. അന്നേരമാണ് ഞാൻ അവരെ കണ്ടത്. ഒരു മുറിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയുന്ന മാഡം. ഇല്ല, സോഷ്യൽ മീഡിയയിൽ മുമ്പ് വന്ന വാർത്തകൾ വെച്ച് നിങ്ങൾ ഓരോന്നുണ്ടാക്കി പറയല്ലേ? സ്വന്തക്കാർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കഥകളായി മാറുമല്ലേ മാഡം? എന്നാ ഞാൻ കൃത്യം തെളിവ് തരാം. ഈ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മാഡത്തിന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വരും. അതൊന്ന് കാണുക. AI ക്രിയേഷൻ ഒന്നുമല്ല, പക്ക ഒറിജിനല. സംശയം ഉണ്ടെങ്കിൽ വിദഗ്ധരെ കാണിച്ചാൽ മതി, അവര് പറഞ്ഞു തരും. അപ്പോ ശരി മാഡം, ഫോൺ കട്ട് ചെയ്തോളൂ. വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി എന്ത് വേണമെന്ന് മാഡം തന്നെ തീരുമാനിച്ചു. ദേവിക മാഡത്തിന്റെ അടുത്ത ആളായതുകൊണ്ടാണ് ഞാനിത് മാഡത്തിന് അയക്കുന്നത്. ഹലോ, ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. ചേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങാന്ന് കരുതി. ദേവികയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നോ? ആരാ പറഞ്ഞേ? ദേവികയ്ക്ക് എന്തും ചെയ്യാൻ പറ്റും, ഏതറ്റം വരെയും പോവും. നന്ദനെതിരെ ഡിവൈഎസ്പിക്ക് കേസ് കൊടുത്തില്ലേ? കാണാതായ ഫയലിന്റെ കാര്യത്തിൽ നന്ദന് സംശയമുണ്ടെന്ന് പറഞ്ഞു. ദേവിക ചേച്ചി ക്ഷമിച്ച് നെല്ലിപ്പല കണ്ടിട്ട് അങ്ങനെ ചെയ്ത. എന്നിട്ടും ചേച്ചി കേസ് കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരിക്കണമായിരുന്നു. നീയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന പറയുന്നത്? തല വെട്ടിക്കളയോ? വേണ്ട ചേച്ചി, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നത്? അല്ലല്ല, നീ അങ്ങനെ പകുതിയിൽ പറഞ്ഞു നിർത്തണ്ട, അങ്ങ് പൂർത്തിയാക്ക്. രണ്ടുപേരും കൊച്ചു പിള്ളേരെ പോലെ തുടങ്ങിയല്ലോ. അതല്ലമ്മേ, ഞങ്ങൾ വഴക്കൂടുന്നൊന്നുമല്ല. എന്റെ അനിയന് ഇവൾ എന്ത് ചെയ്യുമെന്ന് അറിയണം. നീ പറയ് ശരി. എന്താ, നന്ദനെ നീ അങ്ങ് സംഹരിച്ചു കളയോ? അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച സംഹരിക്കുക തന്നെ വേണ്ട ചേച്ചി. നീ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞല്ല, ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. മുഖം നന്നാവത്തേന് കണ്ണാടിയെ കുറ്റം പറയണ്ട. കുഴപ്പം നിന്റെ ചേച്ചിക്കാ. അവളെ നന്നാക്കാൻ നോക്ക്. നന്ദൻ ഉപദേശിക്കാൻ വരണ്ട, അതിനിവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഹലോ. ആ അതെ, ഇല്ല, ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്നതാ. അല്ലല്ല, ഒരു ചേച്ചി. ആള് പ്രഗ്നന്റാ. അതുകൊണ്ട് വെറുതെ ഒന്ന് കണ്ട് ക്ഷേമം അന്വേഷിച്ച് വരാന്ന് കരുതി. ആ ശരി ചേച്ചി, ഞാൻ ഇറങ്ങാം. എനിക്ക് ഒരിടം വരെ പോവാനുണ്ട്.
പിന്നെ അമ്മയാവാൻ പോകുന്ന ആളാ. ചേച്ചി ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും എടുത്ത് തലയിൽ വെക്കരുത്. എല്ലാം ചിരിച്ചു കണ്ടങ്ങ് കളഞ്ഞേക്കണം. കുഞ്ഞിനും അമ്മയ്ക്കും നല്ലതിനാ ഞാൻ ഈ പറയുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ശരി മോളെ. ശരി. അവൾ എന്നെ കളിയാക്കിട്ടല്ലേ പോയത്? ഏയ്, അവള് കാര്യം പറഞ്ഞല്ലേ. അവളുടെ പ്രേമത്തിന്റെ കാര്യം ചോദിക്കാൻ വിട്ടുപോയല്ലോ. എന്താ ആന്റി അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞത്? ദേവിക എന്തേലും തിരക്കിലായിരുന്നോ? തിരക്കൊന്നുമില്ല ആന്റി, പക്ഷേ ഒട്ടും സമാധാനമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. 2 ദിവസമായിട്ട് നന്ദുവിനെ കാണാത്തന്നെ ഒരു പുകച്ചില്. അപ്പോഴാ ഒരു സൂചന കിട്ടുന്നത് നന്ദുവും ഇസബെല്ലയോടൊപ്പം ഉണ്ടെന്ന്. നന്ദൻ ഇസബെല്ലയ്ക്കൊപ്പം ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ശാരിക അത് കണ്ടെത്തിയത്. ഞാൻ ഇസബെല്ലയെ വിളിച്ചു, അവളെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ നന്ദു അവളോടൊപ്പം ഉണ്ട്. എവിടെയാണെന്ന് ഒന്ന് അറിഞ്ഞാ മതി, ഞാൻ ചെന്ന് രണ്ടിനെയും പൊക്കും. പറ്റിക്കപ്പെട്ട് അങ്ങനെ ജീവിതം കഴിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല ആന്റി. ക്ഷമിക്കാവുന്നതിന്റെയും സഹിക്കാവുന്നതിന്റെയും പരമാവധിയായി. ഇനിയും ചെറുത്ത് നിൽക്കുക മാത്രല്ല, തിരിച്ചടിക്കുകയും ചെയ്യും. ദേവിക ആരെന്ന് അവര് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.